4,25,000 കുട്ടികളാണ് 2026 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. 2ാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. 1ാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം 1:30-നും 2ാം വർഷ പൊതുപരീക്ഷകൾ രാവിലെ 9:30-നും ആരംഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ 9:15-ന് തുടങ്ങി ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും. മാർച്ച് 27-നുള്ള 1ാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്കോൾ കേരള മുഖേന അഡീഷണൽ മാത്തമാറ്റിക്സ് രജിസ്റ്റർ ചെയ്ത 125 വിദ്യാർത്ഥികൾക്ക് മാത്രമേ അന്നേ ദിവസം 2 സെഷനിലും പരീക്ഷ വരികയുള്ളൂ. 2ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി മാസം 22-ന് ആരംഭിക്കും. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി മാസം 16 മുതൽ ഫെബ്രുവരി മാസം 26 വരെയുള്ള ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഫീസ് കൊടുക്കേണ്ട തീയതി. ഫൈനില്ലാതെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി 2025 നവംബർ മാസം 7. ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 13. സൂപ്പർ ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 25. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ ഏകദേശം 9 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുമെന്ന് കരുതുകയാണ്. 2026-ലെ 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെയും ചേർത്ത് 2000-ഓളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ മാസം 6-ന് ആരംഭിച്ച് മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടെ പറയണം. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ 6-ന് ആരംഭിച്ച് മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ റെഗുലർ വിഭാഗത്തിൽ 26,822 വിദ്യാർത്ഥികളും 2ാം വർഷം 26,826 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. എന്റെ കോപ്പി എല്ലാവരും കിട്ടുമല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. 2ാം വർഷ സ്കിൽ ഇവാലുവേഷൻ 2026 ജനുവരിയിൽ പൂർത്തിയാകും. 1ാം വർഷ സ്കിൽ ഇവാലുവേഷൻ ജനുവരി അവസാന വാരം ആരംഭിക്കും. പരീക്ഷ സംബന്ധിച്ച വിജ്ഞാപനം വരും ദിവസങ്ങൾ പുറത്തിറങ്ങും. വിശദമായ ടൈം ടേബിൾ ഇതോടൊപ്പം ഉൾപ്പെടുത്തും. ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യം നിങ്ങൾക്കും ഇതോടൊപ്പം തരുന്നുണ്ട്, ഓരോ ദിവസമുള്ളത്. മൊത്തം വായിച്ചാൽ ഒരുപാട് സമയമെടുക്കും. SSLC, ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ, 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ എന്നിവയോടൊപ്പം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷയും നടത്തേണ്ടതാണ്. HS അറ്റാച്ച്ഡ് LP വിഭാഗം പരീക്ഷകൾ 2026 മാർച്ച് 12 മുതൽ 26 വരെയും HS അറ്റാച്ച്ഡ് UP ഹൈസ്കൂൾ വിഭാഗം പരീക്ഷകൾ 2026 മാർച്ച് 6 മുതൽ 27 വരെയുമാണ്. SSLC, ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ, 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടക്കുന്നതിനാൽ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ നടത്തുന്നതിന് മതിയായ ദിവസങ്ങൾ ലഭിക്കാതെ വരുന്നതിനാൽ 1ഉം 2ഉം വർഷ പരീക്ഷകൾ, 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടി 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ നടത്തുകയാണ്. ഹൈസ്കൂളിന്റെ ഭാഗമല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന LP, UP ക്ലാസുകളുടെ പരീക്ഷകൾ പ്രത്യേകം ചോദ്യപേപ്പർ തയ്യാറാക്കി മാർച്ച് 18 മുതൽ നടത്തുന്നതാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികൾ SSLC, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് സ്ക്രൈബായി പരീക്ഷകൾ എഴുതുവാൻ പോകാറുണ്ട്. ആയതിനാൽ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്ന ദിവസം പരമാവധി ഒഴിവാക്കിയാണ് 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പരീക്ഷകൾ നടത്തുന്നത്. LSS, USS സർട്ടിഫിക്കറ്റുകൾ
ഈ വർഷം മുതൽ LSS, USS സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ഡൌൺലോഡ് ചെയ്യത്തക്ക വിധം ക്രമീകരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയും. ആയതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഈ അവസരത്തിലൂടെ നടക്കുകയാണ്. പത്രക്കാർ തന്നെയാണ് നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയത്.